Hey guys, welcome to our YouTube channel. അയർലൻഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഡ്യൂട്ടിയൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോവും. പക്ഷെ അവധി കിട്ടുമ്പോൾ നമ്മളങ്ങനെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ചിന്തയിലാട്ടോ ഈ യാത്രയുടെ തുടക്കം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ചേട്ടനെ തന്നെയാട്ടോ ഇപ്രാവശ്യം വിളിച്ചേക്കുന്നത്. പുള്ളിയുടെ പേരാട്ടോ ക്രിസ്. ബഹുമാനക്കുറവാണെന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. സ്വന്തം പേര് വിളിക്കുക. അതിൻ്റെ അറ്റത്ത് ഒരു ചേട്ടനും ഇല്ല ചേച്ചിയും ഇല്ല. ഞങ്ങൾ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടാട്ടോ പോകുന്നത്. 9:35 നമ്മുടെ ബസ്. ഞാനാണെങ്കിൽ ചുമന്നിരിക്കുന്നു, വെയിലടിച്ച് ചുമന്നിരിക്കുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുവാന്ന വിചാരം. പക്ഷെ കണ്ണ് കാണാൻ മേലാത്തതുകൊണ്ട് കണ്ണാടി വെച്ചേക്ക്. എൻ്റെ അമ്മ എന്നാ നല്ല ആകാശല്ലേ. ഇത് മലയാളികളുടെ യൂട്യൂബാ. ഞങ്ങൾ കിൽഡെയർ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഡബ്ലിൻ ബസ്സിനാണ് കയറി പോകുന്നത്. 9:35 ബസ് ടൈം. സമയം 9:25. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. വണ്ടി വരുമെന്ന് അറിയത്തില്ല. കണ്ടോ ഇപ്പൊ അങ്ങനെയായി, കാല് മാറുന്നു. നാളത്തെ ടൈമിംഗ് ഒക്കെ ഇട്ടിട്ട് വണ്ടി വരുമെന്നാണോ പറഞ്ഞേക്കുന്നത്, നാറ് കറിയുന്നു. ഇതാട്ടോ ഞങ്ങളുടെ ഈ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കിൽഡെയറിലേക്ക് പോണത്. ഇങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബസ് വരാൻ കുറച്ച് വൈകിട്ടോ. ഓരോ ബസ്സിലും ഓരോ നമ്പർ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് പോകേണ്ട ബസ് 300 എഴുതിയിരിക്കുന്ന ഒരു ബസ്സായിരുന്നു. അപ്പോൾ ചേച്ചി കാര്യമായിട്ട് അത് തന്നെയല്ലേന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുക. 435 സൈഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഒന്നര മണിക്കൂർ യാത്രയാണ്. പക്ഷെ ഇന്നലെ 2 മണിക്കൂർ എന്ന് പറഞ്ഞില്ലായിരുന്നു. അന്ന് 1 മണിക്കൂർ യാത്ര. ഞങ്ങൾ ഡബ്ല്യു ബസ്സിൽ കയറി കുറേ പേരുണ്ട്. ഏതാണ്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ് പോലെ കേട്ടോ. അങ്ങനെ 9:35 വരേണ്ട വണ്ടി വന്നത് 9:45 ഇതാട്ടോ ഞങ്ങളുടെ ട്രെയിൻ. വണ്ടി വെച്ചു 9:30 എന്ന് പറഞ്ഞിട്ട് 9:45. അതെ അടിപൊളിയായിട്ടുണ്ട്. 1 വർഷത്തിന് ശേഷം, അത് 1.5 വർഷത്തിന് ശേഷം പുറം ലോകം കണ്ടതിൻ്റെ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അതെ ആദ്യമായിട്ടാണ് ഈ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതെവിടെയാ? എന്തോരം ദൂരമുണ്ട്? ലിമറിക്ക് എന്തോരം ദൂരമുണ്ട് നമ്മുടെ അവിടുന്ന്? അരമണിക്കൂർ. ഇത് എത്ര ദൂരമുണ്ട്? പിന്നെ ഞാൻ ഡബ്ലിൻ പോയിട്ടുണ്ട്. ഏത് എയർപോർട്ടിലായിരിക്കും? അല്ല, IRP കാർഡ് എടുക്കാൻ. എനിക്ക് വന്ന സമയത്ത് ദാറ്റ് മീൻസ് 1 ഇയർ മുമ്പ്. അല്ല ജിഷ ഇല്ല, ജിഷ അവള് കൂട്ടിന് എന്നെ വിളിച്ചോണ്ട് പോയി. നല്ല അവളുടെ കള്ള. അന്ന് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു മലയാളി, ഇഷ്ടംപോലെ മലയാളി ഹോട്ടലുണ്ട്. ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് മലയാളി ഹോട്ടലിൽ കപ്പി പിടിച്ച് അവിടെ പോയി മറ്റേ ആ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ കടയാണോ? അവിടെ. ഓക്കെ. അവിടെ പോയി ഞങ്ങൾ മസാല ദോശ കഴിച്ചു. അത്രയും സെറ്റ് അല്ലെങ്കിൽ പക്ഷെ എന്നാലും നല്ലായിരുന്നു. ഇതൊക്കെ കേട്ട് അതിലിട്ട് ഇങ്ങനെ പോകുന്ന ബസ്സുകളിലെല്ലാം തന്നെ ഒരു വാഷ്റൂമും എല്ലാവരുടെയും സീറ്റിന്റെ താഴെയായിട്ട് ഒരു ചാർജർ പോർട്ടും ഉണ്ട്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞങ്ങൾ കിൽഡെയർ വില്ലേജിൽ എത്തിയിട്ടോ. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ കിൽഡെയർ വില്ലേജിൽ ഇറങ്ങിയേക്കുവാണ്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിൽ. ഇതെന്തിൻ്റെ പരിപാടിയാണെന്ന് നമുക്കറിയത്തില്ല.
ഇതൊക്കെ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റുകളാട്ടോ. എന്താ അടിപൊളിയായിട്ടല്ലേ പബ്ലിക് ടോയ്ലറ്റൊക്കെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെയെല്ലാം കാണാൻ പറ്റുമോ? ഇതാട്ടോ നമ്മുടെ കിൽഡെയർ വില്ലേജ്. ഷോപ്പിങ്ങിൻ്റെ ഡെസ്റ്റിനേഷനായിട്ടാട്ടോ ഇത് അറിയപ്പെടുന്നത്. ഡബ്ലിനിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് കിൽഡെയർ വില്ലേജിലേക്ക്. അന്താരാഷ്ട്ര ഫാഷൻ ബ്രാൻഡുകൾ വലിയ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനാൽ സഞ്ചാരികളുടെയും ഷോപ്പിംഗ് പ്രേമികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രമാണ് നമ്മുടെ ഈ കിൽഡെയർ വില്ലേജ്. ഓപ്പൺ എയർ രീതിയിൽ തന്നെ നിർമ്മിച്ചതുകൊണ്ട് ഇത് നടന്നു കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതാട്ടോ ഇവിടുത്തെ ATM മെഷീൻ. കിൽഡെയർ വില്ലേജിൻ്റെ മെയിൻ അട്രാക്ഷൻ ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ. ഒരുപാട് ഫോട്ടോസ് എടുക്കാം, കഫേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ അട്രാക്റ്റീവ് പ്ലേസ് തന്നെയാട്ടോ ഈ കിൽഡെയർ വില്ലേജ്. ഇരിക്കുന്നല്ലേ മഞ്ഞില്ലാത്തപ്പോ അത് പച്ച നമ്മുടെ നാട്ടിലുള്ള ആകെ വർഷത്തിലൊരു ക്രിസ്മസേ ഉള്ളൂ. പിന്നെ വൈ പല പല ക്രിസ്മസ് ട്രീസ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നടന്ന് നീങ്ങിയത് ഗ്രേ അബ്ബയിലേക്കായിരുന്നു കേട്ടോ. അയർലൻഡിലെ കിൽഡെയർ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൻ്റെ അവശിഷ്ടമാണ് ഈ ഗ്രേ അബി. 1260 ലോർഡ് വില്യം ഡി വെസ്സിയാണ് ഇത് സ്ഥാപിച്ചത്. ഫ്രാൻസിസ്കൻ സന്യാസിമാർ ധരിച്ചിരുന്ന ചാരനിറത്തിലുള്ള വസ്ത്രത്തിൽ നിന്നാണ് ഈ മഠത്തിന് ആ പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. ഇപ്പോൾ ഇതൊരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരാതന സ്മാരകം മാത്രം കേട്ടോ. വെതർ ഭയങ്കര തണുത്ത ക്ലൈമറ്റാണ്. പിന്നെ ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന സ്ഥലം. ഒളിഞ്ഞ ബിൽഡിങ്, എന്തോ പഴയ എന്തോ ഇത് പൊളിഞ്ഞു പോയ ഒരു സ്ഥലമാണ്. അന്ന് കാണുമായിരിക്കും ഇവിടെ. ഒരു തമാശ രീതിക്ക് ചിരിച്ച് തള്ളിയെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് അന്ന് ആ കാലഘട്ടത്തുണ്ടായ സന്യാസ മഠങ്ങളുടെ അടിച്ചമർത്തലിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒരു ബാക്കിപത്രമാണല്ലോ നമ്മളിവിടെ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇനി അടുത്തത് എവിടെയോ പോയെന്ന് അറിയണ്ടേ? ആ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാവേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.